ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു വലിയ നോമ്പ് കൂടെ സമാഗതമാകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നോമ്പ് കാലങ്ങൾ എന്ന് പറയുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതികൂലങ്ങൾ ജയിപ്പാൻ പരിശുദ്ധ നോമ്പ് നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു പോന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പലപ്പോഴും നോമ്പ് എങ്ങനെയാണ് ആചരിക്കുന്നത്, അതൊരു അനുഭവമായി തീരാറുണ്ടോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേദപുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് അധികവും നോമ്പ് എന്ന വാക്ക് കാണാറില്ല. അവിടെ മുഴുവനും നാം വായിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചാണ്. എന്താണെന്നോ ഉപവാസം എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെല്ലാം ഈ ഉപവാസം എടുക്കുന്നത് ചില സന്ദർഭങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിപ്പാനും കൂടുതൽ ദൈവകൃപ പ്രാപിപ്പാനും വേണ്ടിയാണ്. അത് പലപ്പോഴും ഇന്ന് പട്ടിണിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. പട്ടിണിയിരിക്കുന്നത് നോമ്പല്ല, ഉപവാസമല്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്നതാണ്. കൂടെ ഇരിക്കുക, കൂടെ വസിക്കുക, കൂടെ പാർക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആരോട് കൂടെ പാർക്കണമെന്ന് പോകുന്ന വിഷയം, അത് ക്രിസ്തുവിനോടുകൂടെ പാർക്കുമ്പോഴാണ് ഉപവാസം പൂർണ്ണമായി തീരുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ വലിയ നോമ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ പാതാരബിന്ദങ്ങൾ മുത്തി കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിനെ അനുഭവിച്ച് കർത്താവിനെ ധരിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. ഈ വലിയ നോമ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വലിയ നോമ്പിൻ്റെ ആരംഭം കാനാവിലാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവ് ചെയ്യുന്ന അടയാളങ്ങളുടെ ആദ്യത്തിൽ ആ ദിവസത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് നോമ്പ് ആരംഭിക്കുന്നത്. കാനാ മുതൽ കാൽവറി വരെ നോമ്പ് ആചരണത്തിൽ ഈ നോമ്പാചരണത്തിൽ നാം അനുസ്മരിക്കുകയും അനുഭവയോഗ്യമായി തീർക്കുകയും ചെയ്യുക എന്നതാണ്. എന്താണ് കാനാവിൽ ഉണ്ടായത്? കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ പെട്ടെന്ന് അവിടെ ഒരു അനർത്ഥം സംഭവിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഞ്ഞ് ഇല്ലാതെയാകുന്നു. ദൈവമക്കളെ, എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെ ഇടപെടലിലൂടെ കർത്താവ് കൽപ്പന കൊടുക്കുന്നു, ഒഴിവായിരിക്കുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി. പരിചാരകന്മാർ വെള്ളം നിറച്ചപ്പോൾ ആ വെള്ളം രുചിച്ചു നോക്കിയ പന്തിപ്രമാണി പറയുന്നത് ഇതുവരെയും എളുപ്പമായിരുന്നു കൊടുത്തപ്പോൾ ഏറ്റവും മേത്തരമായ വീഞ്ഞ് ഇവിടെ ലഭിച്ചു എന്നാണ്. കർത്തൃ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ കൂടെയായിരുന്നു, കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന, കർത്താവിൻ്റെ വചനത്തിൽ പ്രിയപ്പെടുന്നവരുടെ ജീവിതാനുഭവമാണത് എന്ന് നാം ഓർത്തിരിക്കണം. അവിടെ 3-4 കാര്യങ്ങൾ പ്രത്യേകം നാം പ്രസ്താവിക്കപ്പെടേണ്ടതുണ്ട്. അതുവരെയും ശുദ്ധീകരണ നിയമപ്രകാരം കൈയും കാലും കഴുകാൻ വേണ്ടി വെച്ചിരുന്ന പാത്രമാണ്. അത് വെളിമ്പ്രദേശത്താണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സ്ഥാനം മാറി. വെളിമ്പ്രദേശത്ത് നിന്ന് കലവറയിലേക്ക് കടത്തപ്പെടുകയാണ്. ഒരു സ്ഥാനം മാറ്റം ഉണ്ടാകും. 2, അതിനകത്തുള്ള വീഞ്ഞിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വെറും പച്ചവെള്ളമായിരുന്നു. പച്ചവെള്ളത്തിന് നിറമില്ല, ഗുണമില്ല, രുചിയില്ല. എന്നാൽ വീഞ്ഞായി തീർന്ന വെള്ളം രുചി നോക്കിയാറെ ഏറ്റവും മേത്തരമായി. അതിന് വീഞ്ഞിൻ്റെ നിറമുണ്ട്, വീഞ്ഞിൻ്റെ രുചിയുണ്ട്, വീഞ്ഞിൻ്റെ ലഹരിയുണ്ട്. ദൈവമക്കളെ, ഈ നോമ്പ് ആരംഭിക്കുമ്പോൾ നാം പച്ചവെള്ളമായിരിക്കുന്നെങ്കിൽ നോമ്പ് അവസാനിക്കുമ്പോഴേക്കും നാം നിറമുള്ള വീഞ്ഞായി മാറ്റപ്പെടാൻ ഇടയാകണം. അതിന് ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവവചനം
അനുസരിക്കുകയും ദൈവകൽപ്പന പ്രകാരം ജീവിക്കുകയും ചെയ്യണം. അതിനാണ് ഈ നോമ്പ് നമുക്ക് ഉപയുക്തമാക്കേണ്ടത്. അതിനുവേണ്ടി ശുദ്ധിയുള്ള മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ക്ഷമയും അനുസരണവും ദൈവസന്നിധിയിൽ വിനയപ്പെടലും നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. അതിനായി ഈ നോമ്പ് ആചരണം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.